ഇന്ന് ഏതാണ് തീയതി എന്ന് ചോദിച്ചാൽ പോലും ഫോൺ എടുത്തു നോക്കി പറയുന്നവരല്ലേ പലരും. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് മെയ് മാസം 28-ാം തീയതി ഇടവമാസം 14 ചൊവ്വാഴ്ച എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ പലപ്പോഴും മൊബൈൽ ഫോൺ ഇല്ലാതെ ഇതൊന്നും നമുക്ക് ഓർമ്മിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി. അവർക്ക് മുന്നിലേക്ക് ഇനി ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. 10 കോടി വർഷത്തെ കലണ്ടർ മനഃപ്പാഠമാക്കിയ ഒരാളുണ്ട് തിരുവനന്തപുരത്ത്. എത്രയാ? 10 കോടി വർഷത്തെ കലണ്ടർ മനഃപ്പാഠമാക്കിയ ഒരാൾ. ഒരാഴ്ചത്തെ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല. ആ അത്ഭുത മനുഷ്യനെ ഒന്ന് കണ്ടിട്ട് വരാം. 25/10/1860. എൻ്റെ മകനാണ് ഡോക്ടർ പ്രശാന്ത് ചന്ദ്രൻ. ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് വൈകല്യങ്ങളോടുകൂടിയാണ് പ്രശാന്ത് ജനനമായിരുന്നത്. 3 മാസം വരെ ജീവിച്ചിരിക്കുള്ളൂന്ന് ആദ്യം വിധി എഴുതിയ പ്രശാന്ത് അത് കഴിഞ്ഞിപ്പോൾ 25 വയസ്സ് കഴിഞ്ഞ് 26ാമത്തെ വയസ്സിലോട്ട് എത്തിയിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഒളിഞ്ഞും പതിഞ്ഞും ഇരുന്നൊക്കെ പ്രശാന്തിൻ്റെ കഴിവുകൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാഴ്ച ഒട്ടുമില്ല. അപ്പോൾ നമ്മളൊരു മ്യൂസിക് സിസ്റ്റം അവിടെ ഉണ്ടായി. ആ മ്യൂസിക് സിസ്റ്റത്തിൽ LED ബൾബുകൾ ഇങ്ങനെ തുള്ളും പാട്ടിനടിച്ച്. പാട്ടൊന്നും കേൾക്കാൻ പറ്റില്ല. ഈ തുള്ളണത് ആ രശ്മി അവൻ്റെ കണ്ണിൽ പതിച്ചിട്ട് ചേർത്ത് നിന്നാണ് ചെയ്യണത്. മ്യൂസിക് സിസ്റ്റത്തിൽ തന്നെ 7 വർഷം ഇത് കണ്ണോട്ടിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് തൊട്ടടുത്ത് ഈ കലണ്ടറിലോട്ട് ആ മ്യൂസിക് സിസ്റ്റം അപ്പോഴേ തന്നെ ചീത്തയായി. എനിക്ക് വേണ്ടി ചീത്ത ആയപ്പോഴാണെന്ന് തോന്നുന്നു അതിലോട്ട് മാറിയെന്ന് തോന്നുന്നത്. ആ കലണ്ടറിൽ പോയി നോക്കും, മറിച്ച് നോക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് തന്നെ ജോലി. ഒരു 10-15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ കലണ്ടറിനെ കീറാൻ തുടങ്ങി. എൻ്റെ അടുത്ത് പുതിയ കലണ്ടർ തൂക്കി കൊടുക്കണം. ഈ പുതിയ കലണ്ടർ എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശം ഇപ്പോഴൊക്കെയാണ് ഈ അടുത്ത കാലത്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുതിയ കലണ്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത വർഷത്തെ കലണ്ടറാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് മൊബൈൽ കിട്ടുന്നത്. കലണ്ടറിൻ്റെ ആ ഓപ്ഷൻ മാത്രമേ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ അന്ന്. പക്ഷേ ഇന്ന് അവന് കലണ്ടർ ഓപ്ഷൻ മാത്രമല്ല, ഗൂഗിൾ വഴി പല കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും പല കാര്യങ്ങൾ. കലണ്ടർ തന്നെ എത്രയോ ലക്ഷം മോഡൽ കലണ്ടർ നമ്മളെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 കോടി വർഷത്തെ കലണ്ടർ ആപ്ലിക്കേഷൻ അവൻ്റെ മൊബൈലിലുണ്ട്. ഇപ്പോൾ വന്നിട്ട് മൊത്തത്തിൽ 400 പുരസ്കാരം കഴിഞ്ഞു. ശാന്തിൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് രാഷ്ട്രപതി ഭവനിലൊക്കെ പോകാനുള്ള അവസരം ഉണ്ടായി. അത് എനിക്കൊരു ഭാഗ്യമാണ്. മിടുക്കനാണ് അവൻ അല്ലേ? അവന് തീർച്ചയായിട്ടും ലോകം ആദരിക്കുന്നൊരു ദിവസം ഉണ്ടാവും. 3 മാസം മാത്രമേ ജീവിക്കൂ എന്ന് ആ കുഞ്ഞു പറയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും?